മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് രമേശ് ചെന്നിത്തല. അടുത്ത തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. പ്രഖ്യാപനങ്ങൾ നടപ്പാക്കേണ്ടത് അടുത്ത സർക്കാരാണെന്നും ചെന്നിത്തല പറഞ്ഞു. 1000 രൂപ വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാകില്ലെന്നും സമരം തുടരുമെന്നും ആശാ സമരസമിതി നേതാക്കൾ പറഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഇപ്പോൾ ഇത് കൊടുക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. 4-ാം തീയതി പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയല്ല ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലാണ്. അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ്. അപ്പോൾ ഇതൊരു ഒരു തട്ടിപ്പാണ്. ഇപ്പോഴുള്ള 233 രൂപ ഒരു 33 രൂപയും കൂടെ വർദ്ധിപ്പിച്ച് 263 രൂപ മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ അത് വളരെ തുച്ഛമാണെന്നുള്ള കാര്യം ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വളരെ വിഷമമുണ്ട് അക്കാര്യത്തിൽ. പക്ഷേ ഇത് ഈ 1000 രൂപ എന്ന് പറയുന്നത് 263 ദിവസം ഞങ്ങൾ ഈ തെരുവിലിരുന്ന് നേടിയെടുത്തതാണ്. ആ അർത്ഥത്തിൽ അത് ഞങ്ങളുടെ ഒരു സമരത്തിൻ്റെ വിജയം തന്നെയാണ്. വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് യാതൊരു വാക്കും സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സമരം തുടരും. സമരത്തിൻ്റെ രൂപം എന്തായിരിക്കണമെന്നുള്ളത് ഞങ്ങൾ ഉടനെ തന്നെ ആലോചിച്ച് പറയുന്നതായിരിക്കും.